Good morning, all. Good morning, ma'am. How are you? Morning. Good morning. How are you all? I'm fine. Fine. Yeah. Have you had your breakfast? Yes, I have. Yes, I had. It's super. I had my breakfast. Okay. Present tense class start ചെയ്യാൻ നമുക്ക് റെഡി ആണോ എല്ലാവരും? ആക്റ്റീവ് ആണോ? Yes, ma'am. Yes, ma'am. ആക്റ്റീവ് ആണ്. Yeah. Okay. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പ്രസന്റ് ടെൻസ് എന്താ? പ്രസന്റ് ടെൻസ് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ വേറെ ടെൻസ് എടുക്കണോ? നമ്മള് പ്രസന്റ് ടെൻസില് നമുക്ക് കുറച്ചുകൂടെ മലയാളം നോക്കിയാലോ? റെഡി? Yes, ma'am. യെസ്. നമ്മൾ ഇത്രയും നോക്കിയത് സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ? സിമ്പിൾ പ്രസന്റ് നമ്മൾ അത്യാവശ്യം നോക്കി കഴിഞ്ഞു. നമുക്ക് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുകയാണ്? നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുകയാണ്? നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എന്താ കേൾക്കുന്നില്ല ആരും? Can you hear me? Yes, ma'am. Yeah, അപ്പൊ എന്താ പറയാത്തേ? What are you doing now? What are you doing now? What are you doing now? No. Yeah. എന്ത് പറ്റി എല്ലാവർക്കും? രാവിലെ ആയിട്ട് എന്താണ് ഒരു ഉഷാറില്ലാത്തെ? എന്ത് പറ്റി? ആക്റ്റീവ് ആണോ എല്ലാവരും? Yes, ma'am. ഒരാള് മാത്രമേ പറയുന്നുള്ളൂ യെസ് മാം. വേറെ ആരും തമ്മിണ്ടാത്ത എന്ത് പറ്റി? ഓക്കെ ആണോ? Yes, ma'am. Yes, ma'am. Yeah. Okay. അപ്പൊ വാട്ട് ആർ യു ഡൂയിങ് നൗ അല്ലെ? അപ്പൊ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ യു ഡൂയിങ് നൗ? ആൻസർ മീ. What are you doing now? I learn English class. English class. My mic is not working. Yeah, okay, Rashmi, okay. എന്താണ്? What are you doing now? I'm learning English. I am learning English class. I'm learning English class. I'm here in English class and I am studying. You can say anything. Okay. Then അവൾ ഇപ്പോൾ I am attending my English class. Attending my English class. അവൾ ഇപ്പോൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇപ്പോൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. She is cooking She is now. cooking now. She is cooking now. കറക്റ്റ് ആണോ? കുറച്ചൊരു ബെറ്റർ ആക്കിയേ.
She's cooking now. Okay. She has She's He has cooking now എന്നാണ്. she's cooking now. cooking right now. Right now. She's cooking right now. അവളിപ്പോൾ എന്താ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഞാൻ ഗാർഡനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗാർഡനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I am working I am on working in the I am working in the garden. I am working in the garden. I'm working in the garden. Okay. Then അവൻ മേശയുടെ അടുത്തിരിക്കുകയാണ്. അവൻ മേശയുടെ അടുത്ത് ഇരിക്കുകയാണ്. he is sitting beside the chair table. He is busy. He's He is sitting near the table. sitting near the table. He is sitting near the table. Then He is sitting beside near the table. he is sitting Beside. beside the table. Then കറക്റ്റ് ആണ്, തെറ്റല്ല. നമുക്ക് ഇങ്ങനെയും പറയാം. ഹി ഈസ് സിറ്റിംഗ് അറ്റ് ദി ടേബിൾ. ഞാൻ പറഞ്ഞിരുന്നല്ലേ, അറ്റ് എന്ന് പറയുമ്പോൾ അരികെ എന്നൊരു മീനിങ് ഉണ്ടല്ലേ. സോ ക്യാൻ യൂസ് ലൈക്ക് ദാറ്റ്. ലൈക്ക് എന്താ, ഹി ഈസ് സിറ്റിംഗ് അറ്റ് ദി ടേബിൾ അല്ലെങ്കിൽ നിയർ ദി ടേബിൾ, ബിസൈഡ് ദി ടേബിൾ എന്താണെന്ന് പറയാം. കറക്റ്റ് ആണ്. ഓക്കെ. Then okay, ഇനി ആരെങ്കിലും പറയൂ, മലയാളം ഒന്ന് പറഞ്ഞേ. കണ്ടിന്യൂസ് അല്ലേ, അപ്പൊ എല്ലാവർക്കും പറയാൻ എളുപ്പം. പറഞ്ഞു നോക്കൂ, ആരാ മലയാളം പറയാ? അവൾ ഇപ്പോൾ ഡാൻസ് കളിക്കുകയാണ്. Yeah. പറയൂ, എല്ലാവരും പറയൂ. അവൾ ഇപ്പോൾ ഡാൻസ് കളിക്കുകയാണ്. She is She is dancing right now. He is dancing. She is dancing now. Yeah, അവൾ ഇപ്പോൾ ഡാൻസ് കളിക്കുകയാണ്. She is dancing right now. അല്ലെ, she is dancing എന്ന് പറയാനും കുഴപ്പമില്ല. അവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് now യൂസ് ചെയ്യാം. സോ right now ആണ് കുറച്ചൊരു പറ്റും. ഓക്കെ. Then പറയൂ. ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ്. എല്ലാവരും പറയൂ, നിങ്ങൾ തമ്മിൽ ഇന്ററാക്ഷൻ നടത്തൂ. ഒരാൾ I am going to hospital. I am going to the hospital. I am going to hospital. Yeah, I'm going to hospital. I'm going to the hospital. Yeah. Correct. Then എല്ലാവർക്കും ചോദിക്കട്ടോ, ആർക്കും പറയാം മലയാളം. ഞാൻ ബുക്ക് വായിക്കുകയാണ്. I read the book. I am reading the book. പറയൂ, എന്റെ എല്ലാരും ആരൊന്നും I ഉണ്ടാകും. am reading the book. Yeah, I'm reading the book. I am എന്ന് പറയണ്ട. I'm reading the book. പറയുമ്പോ നമ്മളത് ഷോർട്ട് ആക്കി പറയാം. എഴുതുമ്പോ I am എന്ന് എഴുതണം. ഓക്കെ. സോ പറയുമ്പോ I'm reading the book. അല്ലെ, I'm reading a book എന്നുള്ളത് പറയാം. ഓക്കെ. നമ്മൾ സംസാരിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഷോർട്ടാക്കി പറയേണ്ടത് ഷോർട്ടാക്കി പറയാം. അപ്പൊ നമുക്ക് കേൾക്കാൻ കുറച്ചുകൂടി നല്ലതാണ്. അത് നമുക്ക് പറയുമ്പോഴും കുറച്ച് ഫ്ലുവൻസി കിട്ടും. ഓക്കെ. ഡൗട്ട് കേട്ടെ, I am reading a book എന്നാണ് the book എന്നല്ലേ വരുന്നത്? ഈ ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു ബുക്ക്, ദി ബുക്ക് ആയാലും കുഴപ്പമില്ല. Then
ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കാം പ്രസന്റ് കണ്ടിന്യൂസ് വെച്ചിട്ട്. നിങ്ങൾ ഇപ്പോൾ എവിടെ പോവുകയാണ്? Where are you? നിങ്ങൾ ഇപ്പോൾ എവിടെ പോവുകയാണ്? പറയൂ. Where are you going now? Where are you going now? Where are you going right now? Where are you going now? Where are you going right now? Yeah, where are you going now? Where are you right now? Going right now, yeah. Correct. Right now എന്ന് പറയുമ്പോ കറക്റ്റ് ആ ഒരു എക്സാക്ട് അല്ലെ, ഒരു കറക്റ്റ് ആ ഒരു ടൈമില്, അതായത് ഇപ്പോ മനസ്സിലായി. നൗ നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ പോയാണ് സെപ്പറേറ്റ് ചോദിക്കാം. അപ്പൊ റൈറ്റ് നൗവും നവും നോക്കാം. ഓക്കെ, ദെൻ ചോദിക്കൂ. നീ ഇന്ന് ഭക്ഷണം കഴിച്ചോ? പാസ്റ്റ് ആണ്. അനാമിക, ഇത് പാസ്റ്റ് ആണ്. അവർ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? അവളോ, അവളും അവളോ, അവർ അവരിപ്പോൾ എന്ത് ചെയ്യുകയാണ്? എന്താ വരാ? ഗൂഗിൾ ഒന്നെടുത്ത് ആരും നോക്കിയത്. ഓക്കെ, what are they doing in life? What are they doing now? What are they doing right now? Then അപ്പൊ എന്താ what are they doing now അല്ലെ? Then ഇന്ന് അവളുടെ വിവാഹമാണ്. ഇന്ന് അവളുടെ വിവാഹമാണ്. പറയൂ. Today is her wedding. ഇന്ന് അവളുടെ വിവാഹമാണ്. എല്ലാവരും പറയൂ. Today is her wedding. Yeah, today is her wedding is today. ടിബിൻ തിരിച്ചിട്ടാ മതി, കറക്റ്റ് ആവും. ഓക്കെ, നമ്മൾ ഞാൻ പറയുന്നില്ല അത് കറക്റ്റ് ഒന്ന് തിരിച്ചിടാം, എന്നാലും ഇംഗ്ലീഷ് കറക്റ്റ് ആവും. ഇന്ന് അവളുടെ കല്യാണമാണ്. അപ്പൊ എന്താണ് അവിടെ ഇന്ന് എന്ന് വരുമ്പോ ടുഡേ തന്നെ വരും ഫസ്റ്റ്. ദെൻ കല്യാണമാണ് അല്ലെ? ടുഡേ ഈസ് ഹർ വെഡിങ്. ഓക്കെ, ദെൻ ഷീ ഈസ് ഗെറ്റിംഗ് മാരീഡ് ടുഡേ. യാ, ഇറ്റ്സ് എ ഗുഡ് തിങ്. അല്ല, ഓക്കെ, ഷീ ഈസ് ഗെറ്റിംഗ് മാരീഡ് ടുഡേ. ദെൻ എന്താ അടുത്തത്? മനസ്സിലായി. നമുക്ക് രണ്ട് ടൈപ്പ് പറയാം, ഒരു അഡ്വാൻസ്ഡ് ലെവലും പറയാം, ഒരു മീഡിയം ലെവലും പറയാം. ടുഡേയ്സ് വെഡിങ് എന്ന് പറയുന്നത് കുറച്ച് മീഡിയം ആണ്, പക്ഷേ ഷീസ് ഗെറ്റിംഗ് മാരീഡ് ടുഡേ എന്ന് പറയുമ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആണ് അല്ലെ? ഓക്കെ, ദെൻ ആരെയും പറയാം അടുത്തത്? ഞാനൊരു യാത്ര പോവുകയാണ്. ഞാനൊരു യാത്ര പോകുകയാണ്. എന്താ വരാ? I am going to a trip. I'm going for a journey. I'm going on a trip. വേറെ ആരെങ്കിലും?
I'm going to travel. I'm going to travel. എങ്ങോട്ട് എന്നല്ല, എന്തിന് പോകുന്നു? ട്രാവലിനല്ല, യാത്രയാണ് പോകുന്നത് അല്ലെ. ഒരു കറക്റ്റ് പ്ലേസ് ഒന്നും പറയുന്നില്ല. സോ നമുക്ക് അവിടെ ഫോർ യൂസ് ചെയ്ത് പറയാം. ഐ എം ഗോയിങ് ഫോർ എ ട്രിപ്പ് പറയാം. Then I'm going on a trip പറയാം. Okay, I'm going on a trip. I'm going on a trip എന്ന് പറയാം കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. I'm going for a trip എന്ന് പറയുമ്പോൾ നോർമലി. രണ്ടും കറക്റ്റ് ആണ്. മിസ് ഒന്നുകൂടെ പറയോ, കേട്ടില്ല. എന്തോ? ഒന്നുകൂടെ പറയോ, കേട്ടില്ല. ഐ എം ഗോയിങ് ഫോർ എ ട്രിപ്പ്, അതും കറക്റ്റ് ആണ്. ഐ എം ഗോയിങ് ഓൺ എ ട്രിപ്പ്, രണ്ടും കറക്റ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഐ എം ഗോയിങ് ഓൺ എ ട്രിപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. പെട്ടെന്ന് ആരും ഒരു ബിഗിനേഴ്സ് ഒന്നും അങ്ങനെ പറയില്ല അല്ലെ. ഓൺ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. നോർമലി നമ്മൾ പറയാം ഐ എം ഗോയിങ് ഫോർ എ ട്രിപ്പ് എന്ന് പറയും അല്ലെ. രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ആരാ ചോദിക്കാം? അടുത്തൊരു മലയാളം. അവൾ ഇന്ന് സ്കൂളിൽ പോയില്ല. അവൾ ഇന്ന് സ്കൂളിൽ പോയില്ല. എന്താ പറയാ? Today she didn't go to her school. ആരാ പറഞ്ഞ സ്കൂളിൽ പോയില്ല എന്ന്? പോകുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്? പോയില്ല എന്നാണോ? പോയില്ല. പോയില്ല എന്ന് പറയുമ്പോൾ പാസ്റ്റിലേക്ക് വരും. പോകുന്നില്ല എന്നാണെങ്കിൽ ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. നമുക്ക് പോകുന്നില്ല എടുക്കാം അല്ലെ. അവൾ സ്കൂളിൽ പോകുന്നില്ല അത് പറയാം. She is not going to school. To her school. She is not going to school. She is not going to school. Yeah, she's not going to school. അങ്ങനെയും പറയാം, വേറെ ഇതിലും പറയാം. ഇങ്ങനെ പറയാൻ പറ്റും. She's not going to school കറക്റ്റ് ആണ്, തെറ്റില്ല. വേറെ ഇതിലും പറയാൻ പറ്റും. പോകുക എന്ന് പറയുമ്പോൾ ഇതൊരു ആക്ഷൻ ആണ് അല്ലെ. അപ്പോ അവിടെ എന്താ വരാ? ഷീ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഒരു അറിയോ എന്താ വരാ? നമുക്ക് ഡു അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്യാം. സനു പറഞ്ഞതിലെ മിസ്റ്റേക്ക്, ഉദ്ദേശം കറക്റ്റ് ആണ്, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ എന്താ വരാ? ഡു ഡസ് യൂസ് ചെയ്യാം. അപ്പൊ ഷീയുടെ കൂടെയാകുമ്പോൾ ഡസ് യൂസ് ചെയ്യും. ഡിഡിന്റെ റോഷിനി ഡിഡിന്റെ പാസ്റ്റ് ആണ്. അപ്പൊ എന്താ വരാ? അവൾ സ്കൂളിൽ പോകുന്നില്ല. ഷീ doesn't go to school. She doesn't go to school. Yeah, she doesn't go to school. ഈ ഡസ്റ്റിന്റെ കൂടെ ing ഫോം വരില്ല കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഫോം വരുള്ളൂ. സോ ഷീ ഡസന്റ് ഗോ ടു സ്കൂൾ അങ്ങനെ പറയാം. ഷീസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ എന്ന് പറയും. അവൾ സ്കൂളിൽ പോകുന്നില്ല. ഷീ ഡസന്റ് ഗോ ടു സ്കൂൾ. ഷീസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ. രണ്ടും സെയിം ആണ്, രണ്ടും മീനിങ് ഒന്ന് തന്നെയാണ്. സോ പറയുമ്പോൾ അഡ്വാൻസ്ഡ് നോർമലും അതാണ് വ്യത്യാസം. നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിൽ തന്നെ അഡ്വാൻസ്ഡ് ലെവൽ ഇംഗ്ലീഷ് ഉണ്ട് അല്ലെ. ബിഗിനേഴ്സ് പഠിക്കുന്ന ഇംഗ്ലീഷ് അറിയത്തില്ല, അത്യാവശ്യം ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റുഡന്റ് പഠിക്കുന്ന ഇംഗ്ലീഷ്. ഓക്കെ, അവര് കൂടുതലും അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നവര് കൂടുതലും അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാനേ നോക്കുള്ളൂ അല്ലെ. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സംസാരിക്കുക, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് സംസാരിക്കുക, അതിനനുസരിച്ചേ പഠിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ബിഗിനേഴ്സ് ആണെന്ന് പറയും. ബിഗിനേഴ്സ് അല്ല, നിങ്ങൾ ഏകദേശം രണ്ടിലും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ആണ് അല്ലെ. ഷി ഡസന്റ് ഗോ ടു സ്കൂൾ. ഓക്കെ, ഇതുപോലെ ഒരുപാട് നമുക്ക് വേറെ ഇതിലൊക്കെ സംസാരിക്കാം കേട്ടോ. ഓക്കെ,
അപ്പൊ ഫസ്റ്റ് ഇത് പഠിക്കുക. ഷീസ് നോട്ട് ഗോയിങ് സ്കൂൾ. ഓക്കെ, കറക്റ്റ് ആണ്. പക്ഷെ ഇത് ഞാൻ പറയട്ടെ, നമ്മുടെ മക്കളൊക്കെ പറയുന്ന ഒരു ഇംഗ്ലീഷാണിത് അല്ലെ, കുഞ്ഞു പിള്ളേരൊക്കെ പറയുന്ന ഇംഗ്ലീഷാണ്. രണ്ടും സെയിം ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പഠിക്കാൻ ശ്രമിക്കാം. ഷി ഡിസൻ ഗോ ടു സ്കൂൾ, രണ്ടും കറക്റ്റ് ആണ്. ക്ലിയർ ആണോ? യെസ് മാം. അടുത്തത് ഞാൻ ചോദിക്കും മലയാളം. ഓരോന്ന് ഇങ്ങനെ പഠിക്കുക. നമുക്കൊരു സിനിമ കാണാൻ പോകാം. പോകാം, ഫ്യൂച്ചർ അല്ലേ? ഫ്യൂച്ചർ ആണത്. പോയാലോ? ഞാൻ ഇന്നൊരു മൂവി കണ്ടു. കണ്ടു പാസ്റ്റ് ആണ്. ഞങ്ങൾ ഇന്ന് മൂവി കാണാൻ പോവുകയാണ്. ഞങ്ങൾ ഒരു മൂവി കാണാൻ പോവുകയാണ്. എന്താ വരാ? We are going to watch a movie. Then വേറെ ആരാ പറയാ? We are going to watch a movie or cinema. We are going to Watch a movie. we will be watching a movie soon. We are going for a movie. എന്താ രണ്ടും മിസ്റ്റേക്ക് ഉണ്ട് പറഞ്ഞത്. എന്താ വരാ? ഞങ്ങൾ ഒരു സിനിമ കാണാൻ പോകുകയാണ്. We are going to watch a movie. Watching അല്ലാണ്ട് വരാ. Watch a movie. We are going to watch a movie. Okay. Then ചോദിക്കുവോ? ആരെങ്കിലൊക്കെ മലയാളം ചോദിക്കുവോ? എത്രയോ പേരുടെ ക്ലാസ്സില് ഒരാൾ ചോദിച്ചതിന് ശേഷം അടുത്ത ആൾ കഴിയുമ്പോൾ ഓർത്ത് വെക്കുക, അപ്പൊ തന്നെ അടുത്ത് വെക്കുക. അപ്പൊ ഇങ്ങനെ ലാഗിങ് വരില്ല. മനസ്സിലായോ? ഞാൻ ആരാ ചോദിക്കുക? ആർക്കും ചോദിക്കാനില്ലേ ഇനി? ആരാ ചോദിക്ക? ആരുമില്ല. ക്ലാസ് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് നിൽക്കുകയാണ്. ഞാൻ ബസ് സ്റ്റോപ്പിനടുത്ത് നിൽക്കുകയാണ്. I am standing near the bus stop. എന്താ വരാ? ഒരാൾ മാത്രം പറയില്ലേ? ബസ് സ്റ്റോപ്പിൽ. I am near the bus stop. I'm near the bus stop. I am standing near the bus stop. എല്ലാവരും പറയൂ. ഓരോരുത്തരും പറയുന്നത് വ്യത്യാസം ഉണ്ട്. അതാണ് ഞാൻ എല്ലാവരും കൊണ്ട് പറയിപ്പിക്കുന്നത്. മനസ്സിലായോ? ഐ ആം സ്റ്റാൻഡിങ് നിയർ ദ ബസ് സ്റ്റോപ്പ്. Then ഒരാൾ മാത്രമേ ക്ലാസ് എന്ത് പറ്റുന്ന എനിക്ക് എല്ലാവർക്കും പറയൂ. I'm waiting for the bus stop. ഞാൻ ബസ് കാത്തു നിൽക്കുകയാണ് എന്ന് വരും. രമ്യ പറഞ്ഞത് ഞാൻ ബസ് സ്റ്റോപ്പിനടുത്ത് നിൽക്കുകയാണെന്നാണ്.
ഓക്കെ, ഐ ആം നിയർ ദി ബസ് സ്റ്റോപ്പ് എന്ന് പറയാം. ഐ ആം സ്റ്റാൻഡിങ് നിയർ ദി ബസ് സ്റ്റോപ്പ് എന്ന് പറയാം. രണ്ടും കറക്റ്റ് ആണ്. കാരണം ഐ ആം സ്റ്റാൻഡിങ് എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പറയണമെങ്കിൽ പറയാൻ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിപ്പോ ഐ ആം നിയർ ദി ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനിപ്പോ ഐ ആം നിയർ ദി ബസ് സ്റ്റോപ്പ് ഞാൻ നിങ്ങളോട് പറയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായതിന്ന്? ഞാൻ ബസ് സ്റ്റോപ്പിന് അടുത്തുണ്ട് അല്ലെ? ഫസ്റ്റ് ഞാൻ അങ്ങനെ ആയിരുന്നു മാം പറഞ്ഞു. കറക്റ്റ് ആണ്. ബസ് സ്റ്റോപ്പിന് അടുത്തുണ്ട് എന്നല്ലേ? അപ്പൊ അവിടെ സ്റ്റാൻഡിങ്ങിന്റെ ആവശ്യമില്ല. പറഞ്ഞതും വെച്ച് തെറ്റൂല. മനസ്സിലായോ? ഐ ആം നിയർ ദ ബസ് സ്റ്റോപ്പ് എന്ന് പറയാം. ഐ ആം സ്റ്റാൻഡിങ് നിയർ ദ ബസ് സ്റ്റോപ്പ് എന്നും പറയാം. അല്ലെങ്കിൽ അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്നും പറയാം. ഐ ആം അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്നും പറയാം. ഇതൊക്കെ എന്താണ്? അരികെ എന്നൊക്കെയാ വരാം. ക്ലിയർ ആണോ? Clear, ma'am. അപ്പൊ ഒരു മലയാളം സെന്റൻസ് കൊണ്ട് നമുക്ക് 3 ടൈപ്പ് പറയാന്ന് മനസ്സിലായില്ലേ ഇപ്പോ? ഐ ആം സ്റ്റാൻഡിങ് നിയർ ദ ബസ് സ്റ്റോപ്പ്, ഐ ആം നിയർ ദ ബസ് സ്റ്റോപ്പ്, ഐ ആം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ക്ലിയർ ആണോ? യെസ് മാം, ക്ലിയർ. ഇനി അടുത്ത മലയാളം പറയൂ. അവരെ കാത്തു നിൽക്കുകയാണ്. അവരെ കാത്തു നിൽക്കുകയാണ്. ഞാൻ അവരെ കാത്തു നിൽക്കുകയാണ്. ഓക്കെ, I am waiting for them. ഐ ആം വെയിറ്റിംഗ് ഫോർ ദം. ഐ ആം വെയിറ്റിംഗ് ഫോർ ദം. ഐ ആം വെയിറ്റിംഗ് ഫോർ ദം. I'm waiting for them. I'm waiting for them. Okay. Then എന്താ? ഞാനിപ്പോൾ വെള്ളം കുടിക്കുകയാണ്. ഞാനിപ്പോൾ വെള്ളം കുടിക്കുകയാണ്. I am drinking water now. Water. I am drinking water right now. I'm drinking water right now. I'm drinking water right now. Okay, correct. Then എന്താ അടുത്ത് പറയൂ. അവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാണോ? യെസ് മാം, ഹി. ഓക്കെ, എന്താ വരാ? He is playing football. He is playing football right now. He is playing football right now. He is playing football. He is playing football. He is playing football right now. അവൻ ഇപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിൽ ഈസ് പ്ലേയിങ് ഫുട്ബോൾ റൈറ്റ് നൗ പറയാം. ഓക്കെ, കറക്റ്റ്. ഈസ് പ്ലേയിങ് ഫുട്ബോൾ ആണെങ്കിൽ അവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കറക്റ്റ്. ദെൻ കുറച്ച് ടഫായിട്ടുള്ള കുറച്ച് ചോദിക്കൂ. അവർ ഇപ്പോൾ എവിടെ പോവുകയാണ്? പറയൂ. അവർ ഇപ്പോൾ എവിടെ പോകുകയാണ്? Where are they going right now? Where they going right now?
Where they going right now? Where they going right now. വേറെന്തെങ്കിലും? Where are they going right now? Okay, വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? എന്താ വരാ? Where they are going right now ആണോ? Where are they going right now ആണോ? Where they going right now ആണോ? Where are Where they? are they going right? Where are they ആണ്. ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ആർ ദേ ആ വരാം. ദേ ആർ വരില്ല. കാരണം ദേ ആർ ഗോയിങ് അവർ പോകുകയാണെന്ന് പറയാം. ദേ ആർ ഗോയിങ് എന്ന് പറയുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആർ ദേ വരും. അപ്പൊ എവിടെ നിൽക്കുമ്പോ വേർ. അപ്പൊ ആർ ദേ. വേർ ആർ ദേ ഗോയിങ് റൈറ്റ് നൗ അല്ലെങ്കിൽ നൗ എന്ന് ചോദിക്കാം. വേർ ആർ ദേ ഗോയിങ് നൗ ചോദിക്കാം. റൈറ്റ് നൗ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നൗ ചോദിച്ചാലും മതി. ഓക്കെ, വേർ ആർ ദേ ഗോയിങ് നൗ. ഓക്കെ, ദെൻ അവർ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? പറഞ്ഞു നോക്ക്, പറഞ്ഞു നോക്കിയേ. അവർ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? When are they coming? തിരിച്ചു വരുന്നത്. When When they they are turning back. They're going back Bangalore. when they are returning back. അവർ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? When will they return? When When will they return? when will they return? പിന്നെ വേറെ എന്തെങ്കിലും? അവർ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? When they are returning. When they are returning. When are they coming back? Then മാം അത് രണ്ട് രീതി പറഞ്ഞ when they are returning, when are they coming back എന്നാണോ? ഇതല്ല, ഞാനിവിടെ കമന്റ് വായിച്ചാ, മെസ്സേജ് വന്ന് വായിച്ചാ. ഓക്കെ ഓക്കെ. അപ്പൊ എന്താ കറക്റ്റ് എന്താ? When are they വരും. ഓക്കെ, are they വരാ. When are they coming back പറയാം, തിരിച്ചു വരുന്നത്. സോ കമ്മിങ് ബാക്ക് പറയാം. റിട്ടേൺ വേണമെങ്കിൽ റിട്ടേണിങ് ചോദിക്കാം, അല്ലെങ്കിൽ റിട്ടേൺ ബാക്ക് ചോദിക്കാം. തിരിച്ചു വരണ്ടേ? കമ്മിങ് ബാക്ക് ആണ് കുറച്ചുകൂടി നല്ലത്. When are they coming back? ഓക്കെ, ക്ലിയർ? യെസ് മാം. നെക്സ്റ്റ്. കുറെയൊക്കെ മനസ്സിലാവുന്നില്ല ഇങ്ങനെ ചോദിക്കുമ്പോ? യെസ് മാം. ഓക്കെ, അപ്പൊ ചോദിച്ചോളൂ. ഞാനിപ്പോൾ എഴുതുകയാണ്. ഞാൻ എപ്പോഴും എഴുതുകയാണ്. സിമ്പിൾ ആണ്. ഓക്കെ, പറയാലോ. I am writing. I am writing right now. I am writing right now. Right now. I am writing right now. Okay. Then I am writing now. Okay. Correct ആണ്. അടുത്തത് വേണമെങ്കിൽ സിമ്പിളും പറഞ്ഞോ. സിമ്പിൾ പ്രസന്റ് പറയാം, പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞോളൂ. ഞാൻ ഇപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയാണ് പറയൂ.
മാം ഒന്നാണ് പറയാൻ കേട്ടില്ല. ഞാൻ ഇപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയാണ്. I am listening. I'm listening for the class right now. എന്തോ പറയൂ, ഞാൻ കേട്ടില്ല, എന്താ പറഞ്ഞേ? I'm listening class right now. I'm concentrate class right now. എന്തൊക്കെ പറയാം? അറ്റൻഡിങ് പറയാം, ലിസണിങ് പറയാം, അല്ലെ? സ്റ്റഡിയും പറയാം, എന്തെങ്കിലും പറയാം. ഓക്കെ, അത് ക്ലിയർ ആണ് അല്ലെ? ദെൻ വേറെന്താ? ഞാൻ പരീക്ഷയ്ക്ക് പോവുകയാണ്. ഞാൻ പരീക്ഷയ്ക്ക് പോവുകയാണ്. പറയൂ. അവൻ I'm പരീക്ഷയ്ക്ക് going to exam. I am going to the exam. I'm going to ആണോ? എന്താ പറയാ? I'm going to the exam. അങ്ങനാണോ? I'm going for ആണ്. I'm going to the exam പറയാം. I'm going for the exam. എക്സാമിന് വേണ്ടി പോകുന്നു അല്ലെങ്കിൽ എക്സാമിന് പോകുന്നു. I'm going to the exam. Okay. Clear? മിസ് ഇപ്പൊ 4 പറയോ? I'm going to the exam. 4 വരില്ല. ആ 4 എന്ന് പറയുമ്പോൾ എന്തിനു പോകുന്നു എന്നാണ്. എന്തിനു പോകുന്നു? എക്സാമിന് പോകുന്നു അല്ലെ? രണ്ടും പറഞ്ഞത് പോലെ മിസ്റ്റേക്ക് വരില്ല. ഓക്കെ. ഓക്കെ. Then I'm going to the exam. പറയാം, പോവുകയാണ്. Going to the exam. ആൻ എക്സാം എന്ന് വരില്ല. ഈ വന്നത് കൊണ്ട് ആൻ യൂസ് ചെയ്യാനില്ല. ഡി പറയാം നമുക്ക്. So I'm going to the exam. Okay. Then next. പറയൂ. കുട്ടികളെല്ലാം ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? കുട്ടികളെല്ലാം ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? എന്താ വരാ? കുട്ടികളെല്ലാം ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? എന്താണ്? കൺഫ്യൂഷൻ ആയ? എല്ലാ കുട്ടികളും ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? അല്ല, എന്താണ് ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചേ. എന്താ വരിക? ഫസ്റ്റ്, വാട്ട് ആർ ഓൾ ദ സ്റ്റുഡൻസ് ഡൂയിങ്? കുട്ടികൾ. ഓക്കെ. ഫസ്റ്റ് എന്താണ്? എല്ലാ കുട്ടികളും എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? What are the children doing right now? ചിൽഡ്രൻസ് പറയില്ല. നോ, ചിൽഡ്രൻ. Children. Okay, ma'am. ഓക്കെ.
ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാ മിസ് ഇപ്പോഴത്തെ ആൻസർ എന്താ വരാ? വാട്ട് ആർ എല്ലാ കുട്ടികളും ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ മലയാളത്തിൽ തന്നെ ഉണ്ട് ക്വസ്റ്റ്യൻ. എന്താണെന്നുള്ളതുണ്ട് അല്ലെ? അപ്പൊ അതെടുത്ത് ആദ്യം എഴുതണം. വാ. പിന്നെ എന്താണ്? എല്ലാ കുട്ടികളും ഉണ്ട് അല്ലെ? എല്ലാ കുട്ടികളും. അപ്പൊ പ്ലൂറൽ ആണ്. സോ ഓൾ ദ കിഡ്സ് അല്ലെ? ഓൾ ദ കിഡ്സ് വരും. എല്ലാ കുട്ടികളും എന്ന് പറയുമ്പോൾ ഓൾ ദ കിഡ്സോ അല്ലെങ്കിൽ ഓൾ ദ ചിൽഡ്രനോ എന്ത് വേണമെങ്കിലും പറയാം. ഓൾ ദ കിഡ്സ് അല്ലെങ്കിൽ ഓൾ ദ സ്റ്റുഡൻസ് എന്ത് വേണമെങ്കിലും പറയാം. പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ എന്താണ് ആർ യൂസ് ചെയ്യണം അല്ലെ? അപ്പൊ വാട്ട് ആർ ഓൾ ദ കിഡ്സ് എന്ത് ചെയ്യുകയാണ്? ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ? ഡു ആണ് അല്ലെ? അത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഡൂയിങ് ചോദിക്കാം. സോ വാട്ട് ആർ ഓൾ ദ കിഡ്സ് ഡൂയിങ് നൗ? Okay, what are all the kids doing now? Clear? Then എന്താ ചോദിക്കുക? ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോവുകയാണ്. ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോവുകയാണ്. എന്താ അവിടെ ഇന്ന് എന്നുള്ളത് ആദ്യം. Today I am going to shopping. Today I am going to shopping. Shopping. അല്ലെങ്കിൽ I am going to shopping today. പക്ഷെ ടുഡേ ആണ് നല്ലത്. ഫസ്റ്റ് ടുഡേ വരാൻ നല്ലത്. Today I am going to shopping. ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോകുകയാണ്. പക്ഷെ അത് പോകുകയാണ് എന്നൊക്കെ ഓക്കെ. ഐ എം ഗോയിങ് ഫോർ ഷോപ്പിംഗ് എന്ന് പറയാം അല്ലെ? ഷോപ്പാണെങ്കിൽ ടു പറയാം. ഷോപ്പിങ്ങിനാണ് പോകുന്നത് അല്ലെ? ഫോർ ഷോപ്പിംഗ് പറയാം, കുഴപ്പമില്ല. ടുഡേ ഐ എം ഗോയിങ് ഫോർ ഷോപ്പിംഗ് അങ്ങനെയും പറയാം. ടുഡേ ഐ എം ഗോയിങ് ഫോർ ഷോപ്പിംഗ്. ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നു അല്ലെ? ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണേ. ടുഡേ ഐ ആം ഗോയിങ് ഫോർ ഷോപ്പിംഗ് നാ? ടുഡേ ഐ എം ഗോയിങ് ഫോർ യൂസ് ചെയ്തില്ല അല്ലെങ്കിൽ ടു യൂസ് ചെയ്തില്ലും കുഴപ്പമില്ല. ടുഡേ ഐ എം ഗോയിങ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, സോ സിമ്പിൾ. ടുഡേ ഐ എം ഗോയിങ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാലും മിസ്റ്റേക്ക് ഇല്ല. ഓക്കെ, ടുഡേ ഐ എം ഗോയിങ് ഷോപ്പിംഗ്. ഫോറും വേണ്ട ടൂവും വേണ്ട, ഒന്നും ഇല്ലെങ്കിലും സംഭവം കറക്റ്റ് ആണ്. Then ഞാൻ ഇന്ന് അവരുടെ വീട്ടിൽ പോവുകയാണ്. എന്താ വരാ? അതിന് തന്നെ പറയൂ. എന്താ വരാ? സിമ്പിൾ അല്ലേ? ടുഡേ ഐ എം ഗോയിങ് ടു their home. Their home. Yeah, today I'm going to their home. ഓക്കെ, ക്ലിയർ ആണോ? ഒരു കാര്യം ചെയ്യൂ, ഒരു എന്തെങ്കിലും ഒരു ടോപ്പിക് പറഞ്ഞാരെങ്കിലും എന്തെങ്കിലും ഒരു ടോപ്പിക്. ഏതെങ്കിലും ടോപ്പിക്കിൽ സംസാരിക്കാനാണോ മിസ്? അല്ലല്ല, എനിക്ക് നാളത്തേക്ക് വേണ്ടില്ല. എന്തൊരു ടോപ്പിക് പറഞ്ഞേ? ഇന്നലെ ടീച്ചേഴ്സ് ഡേ അല്ലായിരുന്നു, അപ്പൊ അതിനെ ടീച്ചേഴ്സ് ഡേ ആയിരുന്നു. അപ്പൊ അത് നല്ല ടോപ്പിക്കാണ്. ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങളതിന് വിഷയം കൂടി ഇല്ല. ഓക്കെ, സോ ടീച്ചേഴ്സ് ഡേ ആയിരുന്നല്ലേ? അപ്പൊ ടീച്ചേഴ്സ് ഡേ നമുക്കൊരു ടോപ്പിക് എടുത്തിട്ട് സംസാരിക്കാം. നാളത്തേക്കല്ലേ? നാളത്തേക്കല്ല, ഞാൻ വെറുതെ പറഞ്ഞത്. നാളത്തേക്കെന്ന് പറയാൻ ഈ ടോപ്പിക്ക് പറയില്ല. ഇന്നത്തേക്കാണെന്ന് പറയാതെ ഞാൻ മിണ്ടില്ല, ആരും ഒന്നും മിണ്ടില്ല. സോ ടീച്ചേഴ്സ് ഡേ ആയിരുന്നു. സോറി മാം, താങ്ക് യു. ടീച്ചേഴ്സ് ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും ടീച്ചർ
ഇതിൽ ടോപ്പിക് ടീച്ചേഴ്സിനെയോ ടീച്ചറിനെയോ അങ്ങനൊരു റിലേറ്റ് ചെയ്തിട്ട് ഒന്ന് സംസാരിക്കും. എന്തെങ്കിലും സംസാരിക്കും. പൊട്ടത്തെറ്റെങ്കിൽ പൊട്ടത്തെറ്റ് സംസാരിക്കും. കുറച്ച് സമയമുള്ളൂ. ഇനി ആരും മിണ്ടില്ല. സൈലന്റ്. ഫുൾ സൈലന്റ് ആണ് ക്ലാസ്. ഒരു സ്പീച്ച് പോലെ അങ്ങനെ എന്തെങ്കിലും ആണോ ഉദ്ദേശിക്കുന്നത്? ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയൂ. ടീച്ചേഴ്സ് ഡേ ആയിരുന്നില്ലേ, ടീച്ചറിനെ കുറിച്ചോ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ടീച്ചറിനെ കുറിച്ചോ അതിലുണ്ടായിരുന്ന എക്സ്പീരിയൻസിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു മെമ്മറിനെ കുറിച്ചോ എന്തെങ്കിലും. Teachers' Day is a special day to appreciate our teachers. To appreciate our teachers for their hard work and dedications. Okay. Okay, Umayba, Boyo. So, Yeah, okay. Can you say any experience from your the school days or college days? എന്തെങ്കിലും? Any sweet memories? Any memories? എന്തെങ്കിലും? എനിക്ക് എല്ലാവർക്കും ഏതെങ്കിലും ടീച്ചറെ എപ്പോഴും ഓർമ്മയുണ്ടാവും. അല്ലെ, ആ ടീച്ചർ നല്ലതായിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റുന്ന ടീച്ചർ ഉണ്ടാവും അല്ലെ? ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ? ചിലർക്കൊന്നും ഉണ്ടാവാറില്ല. എന്താ എല്ലാവർക്കും കോമൺ ആയിരിക്കും. ചിലർക്ക് എന്തെങ്കിലും ഒരു ഓർമ്മയിലുണ്ടാവും ടീച്ചർമാരെ കുറിച്ചിട്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അത് വിടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ടീച്ചർ ഏതായിരുന്നു? മലയാളം, ഇംഗ്ലീഷിന് വേണ്ട. ഇംഗ്ലീഷ് നമ്മൾ രണ്ടെണ്ണം വിടണില്ല. മലയാളത്തിൽ പറ, എന്നിട്ട് നമുക്ക് ഇംഗ്ലീഷിലൊക്കെ ആക്കാം. പറയൂ. ഞാൻ ഇയർഫോൺ കണക്ട് ചെയ്തു. എനിക്ക് ടെംപ്ടേഷൻ സഹിക്കാൻ പറ്റണില്ല. ഇത്രയും നേരം ലാപ്പിന്റെ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പൊ ഇയർഫോൺ എടുത്ത് കണക്ട് ചെയ്തു. ആക്ച്വലി ടീച്ചേഴ്സ് ഡേ തന്നെയല്ലേ മാം ടോപ്പിക്? അതെ. എന്നോട് പറഞ്ഞാണോ? ആരെങ്കിലും കമന്റ്, ആരെങ്കിലും മെസ്സേജ് ചെയ്തേ. മെസ്സേജ് ആളെവിടെ? സ്നേഹ സാലിനി. ഇതൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ബെറ്റർ ആയ. ഓക്കെ, ടൈപ്പ് ചെയ്യാൻ സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് സംസാരിക്കാനാണ് ബുദ്ധിമുട്ട്. ഓക്കെ, സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ സ്പീക്കർ. ഓക്കെ, സുഖമില്ല, സൗണ്ട് പോയി. സൗണ്ടില്ല. ആരാ ഇപ്പൊ പറഞ്ഞ? രശ്മി ആയിരുന്നില്ലേ? സംസാരിച്ചു. Actually, teachers are the only people who helped us to mold our characters, and they are the only one who sincerely guide us to achieve the goals. The most wonderful thing is they are the blessing of our life. The teachers are the blessing of our life. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? പറയാം. ഇനി ആരാ പറയാ? വർഷ സി നായർ. ഇനിയിപ്പോ ഓരോരുത്തരെ വിളിക്കേണ്ടി വരും. വർഷ സി നായർ. Hello, ma'am.
They know teachers are very special one, and we build our character. They not only teach and build build students' character. കഴിഞ്ഞു. ഓക്കെ ഗുഡ്. ഇനി ആരാ? അനു പോയോ? അനു അനു പോയി. വേറെ ആരാ? സോറി മാം, കട്ടായി പോയി. ഇല്ല, സത്യമായിട്ട് ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ വന്നപ്പോഴത്തേനും അതിൽ ഇതായി പോയി, കട്ടായി. പറയുന്നേരെ Our teachers teach us every day. They help us learn and grow, make our futures glow. They show us a right way, our future. We thank our teachers from the heart for that they for our മിസ്, ഞാൻ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയാം. ഓക്കെ മതി. ഇനി ആരാ പറയാ? ഹരിത രമേശ്. ഹരിത. അഞ്ജു അജീഷ്. ആരുമില്ല. ആരെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ. ഹു ഈസ് യുവർ ഫേവറേറ്റ് ടീച്ചർ? ആർക്കും ഒരു ഫേവറേറ്റ് ടീച്ചർ ഇല്ല? I am like all the teachers, but especially I am 5th to 10th class studying Sanskrit teacher Sudha Miss. She was very caring and studying very well. So the Teachers Day, I wish to blessing for the teacher Sudha Miss. Yeah, good. Okay. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ about Teachers Day? ആർക്കുമില്ല? വെരി ഗുഡ്. മലയാളത്തിൽ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒന്നുമില്ല. മലയാളത്തിലും പറയാം മിസ്സേ, എങ്ങനെ വേണേലും പറയാം. ഇംഗ്ലീഷ് പഠിക്കാൻ വന്നിട്ട് ഞാനിവിടെ മലയാളം പറയിപ്പിക്കുകയാണ് അല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കും? ഓക്കെ, പറയൂ, മലയാളത്തിൽ പറയൂ. മലയാളത്തിൽ പറയണോ? ആക്ച്വലി ഞാൻ നാട്ടിൽ പഠിച്ചത് കുറവാണ്. മീൻസ് സിക്സ്ത് സ്റ്റാൻഡേർഡ് വരെ ഞാൻ നാട്ടിൽ പഠിച്ചിട്ടുള്ളൂ. ഇപ്പൊ എവിടെയാണ് അപ്പോ? ഇപ്പൊ നാട്ടിലാണ്. ബട്ട് ഞങ്ങള് 7th മുതൽ ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. പിന്നെ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് അവിടെയാണ്, വർക്ക് ചെയ്തത് അവിടെയാണ്. കുറച്ച് ഒരു
ഒരു 16 ഇയേഴ്സ് ആയിട്ടുള്ളൂ ഇവിടെ കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ട്. അപ്പോ എനിക്ക് എന്റെ മെമ്മറബിൾ എന്ന് പറഞ്ഞ സ്കൂൾ എന്ന് പറയുമ്പോൾ എനിക്ക് മെമ്മറിയിൽ ഉള്ളത് എന്റെ LP സ്കൂളാണ്. ഞാൻ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത് നാട്ടില്. അവിടുത്തെ ടീച്ചേഴ്സ് ഐ ഡിൻ ഫീൽ ലൈക്ക് എ സ്കൂൾ, അങ്ങനെ ഫീൽ ചെയ്യേ ഇല്ല സ്കൂളാന്ന്. എനിക്ക് എന്റെ വീടായിരുന്നു അത്. നമ്മള് രാവിലെ പോവുക, ഈ ആനുവൽ ഡേ ഒക്കെ ഉള്ള സമയത്ത് സ്കൂളിൽ പോയാൽ രാവിലെ തൊട്ട് രാത്രി ആനുവൽ ഡേ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. അപ്പോൾ വൈകുന്നേരം ടീച്ചേഴ്സ് മേല് കഴിക്കും. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ LP സ്കൂളിലെ ടീച്ചേഴ്സിനെ എനിക്ക് ഓർമ്മ വരും. അവര് തന്ന ഒരു ബേസ് ആണ് എൻ്റെ ഈ ലാംഗ്വേജ്. അതായത് ഞാൻ ഇംഗ്ലീഷ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചത് തന്നെ എൻ്റെ LP സ്കൂളിൽ നിന്നാണ്. പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് 2 വർഷം പഠിച്ചത് വേറെ മാനേജ്മെന്റ് സ്കൂളായിരുന്നു. അവിടെ ഭയങ്കര മോശമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗവൺമെന്റ് സ്കൂള്, അത് തമിഴ്നാട്ടില്. അവിടുത്തെ ടീച്ചേഴ്സും നമ്മള് അവരുടെ പ്രൊനൗൺസിയേഷൻ ഒക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും സ്ട്രിക്ട്ലി ദേ ഫോളോ. അതായത് ഏതാണോ മീഡിയം, ആ മീഡിയമുള്ള ലാംഗ്വേജ് അവർ യൂസ് ചെയ്യുള്ളൂ ക്ലാസ്സിൽ. അങ്ങനെ അതായത് നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ കഴിവാണ് നമ്മൾ എങ്ങനെ എന്തായിത്തീരുന്നു എന്നുള്ളത്. നമ്മൾ നമ്മുടെ പേരൻസിന്റെ അടുത്തിരിക്കുന്നത് വളരെ കുറച്ച് സമയമാണ്. ഇപ്പോ എൻ്റെ മകനായാലും 10th ആണ്. അവൻ ഒരു എന്താ പറയാ വൈകുന്നേരം ഒരു 5:15 ഒക്കെ ആവും വീടെത്തുമ്പോൾ. രാവിലെ 7 മണിക്ക് പോവും. രാത്രി ഒരു കുറച്ചു നേരം മാത്രമേ നമ്മളുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ. ബാക്കി ഫുൾ ടൈം ടീച്ചേഴ്സിന്റെ കയ്യിലാണ്. ശരിക്കും അവരുടെ ഒരു ഹെൽപ്പ് തന്നെയാണ് നമ്മുടെ മക്കളെ ഈ നിലയിൽ എത്തിക്കുന്നത്. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവരെന്തെങ്കിലും ആയിത്തീരുന്നുണ്ടെങ്കിൽ ഞാൻ 100% പറയുന്നു, ദ ക്രെഡിറ്റ് ഗോസ് ടു ദ ടീച്ചർ. ഓക്കെ, ഇനി ആർക്കൊന്നും പറയാനില്ലല്ലോ? ഇല്ല, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, Okay, ma'am. Thank you. Thank you, teacher. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം.